Hi, Namaste. Welcome back to my channel, Win Trader. ഇന്നത്തെ ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ സ്കാൽപ്പിംഗ് പെർഫോമൻസും അതേപോലെ ഞാൻ യു എസ് ഓയിലിൻ്റെ 50 മിനിറ്റ്സിൽ മോർണിംഗിലൂടെ വന്ന ട്രേഡും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി 12:45 ശേഷം വന്ന ഡൗൺ ഇൻഡിക്കേഷൻ നമ്മുടെ സോഫ്റ്റ് കാണിച്ചത്. അപ്പോൾ അതിനകത്ത് ഫേക്ക് ട്രേഡ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ആക്യുറേറ്റ് എൻട്രി എങ്ങനെ കണ്ടുപിടിക്കാം, ഏത് ടൈം ഫ്രെയിമാണ് കൂടുതൽ ആക്യുറസി, എങ്ങനെ ട്രേഡ് എടുക്കാം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ സോഫ്റ്റ് കാണിച്ച പെർഫോമൻസും ഇതിൽ വളരെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ് ലേറ്റസ്റ്റ് വേർഷൻ 8.1. പിന്നെ അത് ഗോൾഡിൻ്റെ സ്കാൽപ്പിങ്ങിലൂടെ കിട്ടിയ 5 മിനിറ്റ്സ് ട്രേഡ് നമുക്ക് ആക്ച്വലി സ്കാൽപ്പിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 30, 1 അവർ ഈ ടൈം ഫ്രെയിമുകളാണ് കൂടുതൽ ആക്യുറസി. പക്ഷേ ഇന്ന് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് 3 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. മോർണിംഗിൽ ബൈ ട്രേഡ്, അത് കഴിഞ്ഞ് സെൽ ഇൻഡിക്കേഷൻ കിട്ടി. ലാസ്റ്റ് നമുക്ക് 9:45 ശേഷം എഗെയിൻ ഒരു ബൈ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 42 പോയിന്റ്സോളം അപ് ട്രെൻഡിൽ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പം മോർണിംഗിൽ വന്ന സെൽ ഇൻഡിക്കേഷൻ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് വന്നു. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഫേക്ക് ട്രേഡിലൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സെയിം യു എസ് ഓയിൽ നോക്കുകയാണെങ്കിലും യു എസ് ഓയിലിൻ്റെ നമുക്ക് തലേദിവസം വന്ന നമുക്ക് ആക്ച്വലി സെല്ലിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗിൽ സൈഡ് വേസ് പോയിന് ശേഷമാണ് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങിയത്. അവിടെ നല്ല രീതിയിൽ താട്ടിറങ്ങി. അതിൽ 30 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് എത്തും. മോർണിംഗിൽ നമുക്ക് 8:30 ശേഷം മാർക്കറ്റ് ഡൗൺ എൻട്രി തന്നെയാണ് തന്നിരിക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഡൗൺ അടിച്ചിറങ്ങുമായിരുന്നു. ഫസ്റ്റ് ഡൗണിന് ശേഷം എഗെയിൻ പുൾ ബാക്ക് പോയി തിരിച്ച് മാർക്കറ്റ് സപ്പോർട്ട് അടിച്ചിറങ്ങി. അവിടെ 50 മിനിറ്റ്സിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഇടയ്ക്കൊരു ബൈ തന്ന സമയത്ത് കൺഫേം അല്ല തിരിച്ചിറങ്ങുമെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സെയിം ആയിട്ട് ആ സിഗ്നലിൽ നമുക്ക് 12:45 ശേഷം വന്ന് ട്രേഡ് ചെയ്യുന്ന നമുക്ക് എൻട്രി എടുക്കാൻ പറഞ്ഞതും ടാർഗറ്റ് കൊടുത്തു. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പോയിന്റ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യത്തെ ട്രേഡ് മിസ് അവർക്ക് അടുത്ത ട്രേഡ് എടുക്കാനുള്ള ഒരു അവസരമായിരുന്നു. ഇപ്പോൾ ഇന്നലെയും ഇതുപോലെ തന്നെയായിരുന്നു. ഇന്നലെ നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബൈ തന്നതിന് ശേഷം നമുക്ക് കൺഫേം ആയിട്ടില്ല, കൺഫർമേഷൻ വന്നു കഴിഞ്ഞ് ജസ്റ്റ് നെക്സ്റ്റ് ക്യാനിൽ തന്നെ റിവേഴ്സ് പോയിട്ടാണ് തിരിച്ച് പിന്നെ റെസിസ്റ്റൻസ് അടിച്ച് കയറിയത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും എക്സിറ്റ് ലെവലിൽ നമുക്ക് എക്സ്ട്രാ കളർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അഥവാ താഴത്തെ ബാർ കളർ ഗ്രീനാണ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇവിടെ ചെറുതായി ഡൗൺ ഇറങ്ങിയതിന് ശേഷമാണ് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് സിഗ്നൽ വന്ന് കൺഫേം ആയതിനു ശേഷം, പക്ഷേ ചെറിയൊരു സ്കാൽപ്പിംഗ് റേറ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു അപ് ട്രെൻഡ്. പക്ഷേ കൺഫർമേഷൻ വന്ന സമയത്ത് പെട്ടെന്ന് മാർക്കറ്റ് സഡനായിട്ട് ഇറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ് ട്രെൻഡിലേക്ക് പോയി റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. പക്ഷേ നമുക്ക് ആ ഇടയ്ക്ക് വന്ന ആ സൈഡ് വേസ് വ്യക്തമായിട്ട് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സിഗ്നൽ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലുണ്ടാവും. എൻട്രി പോയിന്റ് ടാർഗറ്റും കൺഫേം ആണ് നോക്കുക. ക്യാൻഡിൽ കളറിൻ്റെ കൂടെ താഴത്തെ ബാർ കളർ റെഡ് ഉണ്ടെങ്കിൽ അവിടെ ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം. ഇല്ലെങ്കിൽ താഴത്തെ ബാർ കളറും കൂടെ മാറി വരുന്ന, അതായത് കൺഫർമേഷൻ കിട്ടി ഓക്കെ അതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇന്നലത്തെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സഡൻ ഹൈക്ക് അടിച്ച് കയറിയിട്ട് മാർക്കറ്റ് അവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്യാൻ തിരിച്ചിറങ്ങുമായിരുന്നു. അപ്പോൾ സിഗ്നൽ വന്ന് കൺഫർമേഷൻ വന്ന സമയത്ത് ഓൾറെഡി മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി. ഇവിടെയാണ് പ്രോപ്പർ ബ്രേക്ക്ഔട്ട് നടന്നത്. സോഫ്റ്റ്വെയറുടെ കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ട്രേഡ് എടുത്താൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എക്സ്ട്രാ കളറിലൂടെ അവിടെ കാണിക്കുന്നുണ്ട്. സെയിം ഗോൾഡിൻ്റെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ വന്ന ആ ഡൗൺ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ഡൗൺ ഇൻഡിക്കേഷൻ കിട്ടും. 4024 നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 11 വരെ മാർക്കറ്റ് തിരിച്ചു പോയി പുൾ ബാക്ക് അടിച്ചിട്ടാണ് പിന്നെ മാർക്കറ്റ് രണ്ടാമത് ഡൗൺ ഇൻഡിക്കേഷൻ 19 നമുക്ക് മാർക്കറ്റ് പിന്നെ ഇറങ്ങി 3983 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈ പെട്ടെന്ന് ഇതുപോലെ നേരത്തെ ഞാൻ കാണിച്ച പോലെ പെട്ടെന്ന് അടിച്ച് കയറുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സ്കാൽപ്പിംഗ് ട്രേഡേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഔട്ട് പോയി പുൾ ബാക്ക് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇവിടെ മിസ്സായെങ്കിൽ അടുത്തൊരു റിട്രേസ്മെൻറ്റ് ചെയ്ത് പിന്നെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു. ആദ്യം മിസ്സായ സമയത്ത് നെക്സ്റ്റ് എടുക്കാനുള്ള 400-7 എടുത്ത് 2036 വരെ പോയിട്ടുണ്ട്. തിരിച്ച് പിന്നെ റെസിസ്റ്റൻസ് അടിച്ച് കയറുകയായിരുന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു. ടോട്ടൽ 42 പോയിന്റോളം ലാസ്റ്റ് വന്ന സിഗ്നൽ ഇപ്പോഴും അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഞാൻ 1 അവറിൻ്റെ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. 1 അവറിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്ക് സിഗ്നൽ വന്നെങ്കിൽ അത് കൺഫേം തിരിച്ച് ഇന്നാണ് കൺഫർമേഷൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയത്. അവിടെ നല്ല രീതിക്ക് ഇപ്പോൾ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അവിടുന്ന് മാർക്കറ്റ് കയറാനുള്ള സാധ്യത മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഓൾറെഡി കയറിയിട്ടുണ്ട്. നല്ലൊരു എൻട്രി കിട്ടിയിട്ടുമുണ്ട്. നമുക്ക് 10 പോയിന്റോളം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ്റെ സ്ട്രാറ്റജി. അതെങ്ങനെ എന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ലൈവായിട്ട് അറിയണം താല്പര്യമുണ്ടോ കോൺടാക്ട് ചെയ്യും.